ഇന്ന് ജപ്പാനിൽ സുനാമി ദുരന്തം ഉണ്ടാകുമെന്നാണ് റിയോ തൽസുഗി പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൽസുഗിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. ഇന്ന് സുനാമി ഉണ്ടായാലും ഇല്ലെങ്കിലും റിയോ തൽസുഗി ലോകത്ത് വലിയ പ്രശസ്തി നേടിക്കഴിഞ്ഞു. തൽസുഗിയുടെ പ്രവചനത്തിന് അടിസ്ഥാനമില്ലെന്ന് അധികൃതരും ജ്യോതിഷികളും ആവർത്തിച്ചു പറയുമ്പോഴും തൽസുഗിയുടെ പ്രവചനത്തെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റായ 70-കാരി റിയോ തൽസുഗി മുൻപ് പ്രവചിച്ച പല കാര്യങ്ങളും സത്യമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് ഈ റിയോ തൽസുഗി എന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം. അതിനു മുൻപ് അവർ നേരത്തെ നടത്തിയ ചില പ്രവചനങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലൂടെയാണ് തൽസുഗി പ്രശസ്തയാകുന്നത്. തന്റെ സ്വപ്നങ്ങളെയാണ് തൽസുഗി ഒരു പുസ്തകമാക്കി മാറ്റിയത്. ഞാൻ കാണുന്ന ഭാവി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം വളരെ പെട്ടെന്നാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. 2011 ജപ്പാനിൽ ഉണ്ടായ സുനാമി മുതൽ ഗായകൻ ഫെഡറി മെർക്കുറിയുടെ മരണം വരെ പല കാര്യങ്ങളിലും റിയോ തൽസുഗി കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതാണ് ജപ്പാനിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത്. 1999 പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ 2011 മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ ദുരന്തത്തിൽ ഏകദേശം 16,000 പേർ മരിക്കുകയും ഫുകുഷിമ ഡൈജി ആണവ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തു. താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തൽസുഗിയുടെ അവകാശവാദം. സ്വപ്നങ്ങളുടെ ചിത്രീകരണങ്ങളും മുൻകാല സംഭവങ്ങളും പ്രവചിച്ചതായി അവകാശപ്പെട്ടതുമാണ് ഈ പുസ്തകം. 1954 ജനിച്ച അവർ 1978 തന്റെ സ്വപ്നങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി. അത് പിന്നീട് അവരുടെ മാംഗയുടെ അടിസ്ഥാനമായി. 2011 തോഹോക്കു ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം അവരുടെ കൃതികൾ ശ്രദ്ധ നേടിയെങ്കിലും 1995 കോംബി ഭൂകമ്പം, ഫെഡറി മെർക്കുറിയുടെ മരണം തുടങ്ങിയ അവരുടെ ചില മുൻകാല പ്രവചനങ്ങളും അവരുടെ പ്രവചന കഴിവുകളുടെ തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. 2025 ജൂലൈയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മെഗാ സുനാമിയെക്കുറിച്ചുള്ള തൽസുഗിയുടെ സമീപകാല മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ലോകം ആശങ്കയോടെ കാത്തിരിക്കുന്നത്. ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചു മറിയും. ഇത് 2025 ജൂലൈ 5 പുലർച്ചെ 4:18 സംഭവിക്കും എന്നാണ് തൽസുഗിയുടെ പ്രവചനം. ഇത് ഭൂകമ്പമാണോ, സുനാമിയാണോ, ലാവാ പ്രവാഹമാണോ, അതോ ബോംബ് സ്ഫോടനമാണോ എന്നതൊക്കെയുള്ള ചർച്ചകൾ ലോകത്തിന് പല ഭാഗത്തും നടക്കുന്നുണ്ട്. സുനാമി ദുരന്തം സംഭവിക്കുമെന്ന തൽസുഗിയുടെ പ്രവചനം പുറത്തു വന്നതോടെ ജപ്പാനിലെ ടൂറിസം വ്യവസായത്തിന് തിരിച്ചടി നേരിട്ടു. ജപ്പാനിലേക്കുള്ള വിമാന ബുക്കിംഗുകളിൽ 83% കുറവുണ്ടെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സുനാമി ഉണ്ടാകുമെന്ന ഭയത്താൽ പലരും യാത്രകൾ ഒഴിവാക്കി. ശക്തമായ ഭൂകമ്പ മേഖലയാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ജപ്പാന്റെ തെക്കൻ മേഖലയിലെ ചെറിയ ദ്വീപിൽ വ്യാഴാഴ്ചയുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രദേശത്ത് അടുത്തിടെ നിരവധി ചെറു ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2011 മാർച്ച് 11 ടോഹോക്കോ ഭൂകമ്പവും സുനാമിയും സംഭവിച്ചതോടെയാണ് റിയോ തൽസുഗിയുടെ പ്രവചനങ്ങൾക്ക് ലോകമെമ്പാടും ശ്രദ്ധ ലഭിച്ചത്. പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായതായി പ്രചാരണമുണ്ടായി. ദി ഫ്യൂച്ചർ ഐസോ എന്ന കൃതി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള പ്രവചനമായി കണക്കാക്കപ്പെടുന്നു. പുസ്തകത്തിന്റെ പുതിയ പതിപ്പിൽ 2025 ജൂലൈയിലെ വലിയ ദുരന്തം സംഭവിക്കുമെന്ന പുതിയ മുന്നറിയിപ്പ് കൂടി തൽസുഗി ഉൾപ്പെടുത്തിയതോടെയാണ് ആശങ്ക ഉയർന്നത്. തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിൽ ശനിയാഴ്ച മുതൽ 470-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾക്ക് ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ദിവസം റിയോ തൽസുഗിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്.